എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പുതിയ മാസത്തിൻ്റെ ആരംഭ ആഴ്ചകളിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ നമുക്ക് കൂടുതൽ ആശ്രയിക്കാം, കർത്താവിൽ നമുക്ക് ചാരാം, കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ പ്രതീക്ഷ മുഴുവനും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് വെക്കാം എന്ന് ധൈര്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. കഴിഞ്ഞ നാളുകളിൽ യേശുവിൽ ആശ്രയം അർപ്പിച്ച ഒരാൾ പോലും ലജ്ജിച്ചില്ല എന്ന് നമ്മുടെ ജീവിത അനുഭവത്തിൽ അറിയാം. അതുകൊണ്ട് കഴിഞ്ഞ നാളുകളേക്കാൾ അധികം കർത്താവിൽ ആശ്രയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ പ്ലാനുകൾ നാം മറ്റുള്ളവരോട് പറയരുത്. നമ്മുടെ റിസൾട്ടുകൾ നാം അവരെ കാണിച്ചാൽ മതി. നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം, നമ്മൾ എന്തെല്ലാം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ മറ്റുള്ളവരോട് വിളിച്ചു പറയും. രാഷ്ട്രീയക്കാർക്ക് അത് വിളിച്ചു പറയാതെ നിവൃത്തിയില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ പാലം പണിയും, ഞങ്ങൾ തോടുകളെ റോഡാക്കും, റോഡുകളെ തോടാക്കും, എല്ലാ ഗ്രാമങ്ങളിലും എയർപോർട്ടുകൾ കൊണ്ടുവരും, ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ കുറച്ച് വോട്ടുകൾ വീഴത്തുള്ളൂ. ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒരിക്കലൊരു ഇലക്ഷന് ജയിച്ച MLA പിന്നെ നാട്ടുകാരും കണ്ടില്ല. 5 വർഷം കഴിഞ്ഞ് അടുത്ത ഇലക്ഷന് അദ്ദേഹം പുതിയ അടവോടുകൂടിയാണ് ഓരോ വീട്ടിൽ ചെന്നത്. ഒരു വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് മുങ്ങി നടക്കുകയായിരുന്നല്ലേ, ഇന്നാണ് എനിക്ക് നിങ്ങളെ കിട്ടിയത്. തിരിച്ചു പറയേണ്ട കാര്യമാണ്. അങ്ങോട്ട് കയറി അങ്ങോട്ട് പറഞ്ഞു. ഇതുപോലെ പ്ലാനുകൾ ഒരിക്കലും നാം മറ്റുള്ളവരോട് പറയണ്ട. എന്നാൽ നമുക്ക് നല്ല റിസൾട്ടുകൾ ഉണ്ടാകും. പലപ്പോഴും നമ്മുടെ പ്ലാനുകൾ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് നടക്കാതെ പോകുമ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ തന്നെ യേശു തൻ്റെ പ്ലാനുകൾ പറയുക തന്നെ ചെയ്തു. എന്തെല്ലാം കാര്യങ്ങൾ യേശുവിൻ്റെ പ്ലാൻ. യേശു ഒരു പ്ലാനും മറച്ചു വെച്ചില്ല, മുഴുവൻ പ്ലാനുകളും പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത്, സാധാരണ മനുഷ്യനാണെങ്കിൽ പ്ലാനുകൾ ആരോടും പറയരുത്, റിസൾട്ട് കാണിച്ചാൽ മതി. എന്നാൽ ദൈവ മനുഷ്യരാണെങ്കിൽ പ്ലാനുകൾ പറയുകയും ചെയ്യാം, നിവർത്തിക്കുകയും ചെയ്യാം. കാരണം അതിനുള്ള ശക്തിയും കൃപയും കർത്താവ് തരും. ഫിലിപ്പിയ ലേഖനം 1:4 പറയുന്ന പോലെ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ക്രിയേറ്റർ ആൻഡ് കംപ്ലീറ്റർ, ആരംഭിച്ചവൻ പൂർത്തിയാക്കും. അതുകൊണ്ട് അതിനെ തടുക്കാൻ ആർക്കും കഴിയില്ല. ദൈവം തൻ്റെ പ്ലാൻ പിശാച് കേൾക്കെ, മനുഷ്യൻ കേൾക്കെ പറഞ്ഞു, സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ വരും, അവൻ സർപ്പത്തിൻ്റെ തല തകർക്കും. എന്നിട്ട് ക്രൂശിൽ അത് നിറവേറ്റി. അതങ്ങനെ തന്നെ സംഭവിച്ചു. പ്ലാൻ പറഞ്ഞിട്ട് നിവർത്തിയാക്കുന്നവൻ്റെ പേരാണ് ദൈവം. പ്ലാൻ പറഞ്ഞിട്ട് നിവർത്തിയാക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്, ദൈവ മക്കൾ. എന്നാൽ സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പ്ലാനുകൾ ആരോടും പറയരുത്. നിവർത്തിയാകുമ്പോൾ മറ്റുള്ളവർ അറിഞ്ഞാൽ മതി. എന്നാൽ നിങ്ങൾ ദൈവകൃപയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാനുകളെ പറയാം, നിറവേറ്റാനുമുള്ള ശക്തി കർത്താവ് തരും. അതുകൊണ്ട് നിങ്ങളുടെ പ്ലാനുകളെ നിങ്ങൾ കൺഫസ് ചെയ്യുക, നടക്കുമെന്ന് പറയുക. അതങ്ങനെ തന്നെ കർത്താവ് ചെയ്യും. കർത്താവിൽ ആശ്രയിക്കാം, ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ, അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ, പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ, പാപനുകത്തിൻ തോൽവിയേറ്റ നാൾ. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ, പാപനുകത്തിൻ തോൽവിയേറ്റ നാൾ. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. 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 അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ, അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസം വായിച്ചത്. എന്താണ്? മഹാപുരോഹിതന്മാരും സദൂക്യരും അവൻ്റെ പക്ഷക്കാരുമായ ഒരു കൂട്ടം ജനം അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. അസൂയയോ വന്നാൽ അവർ നമ്മെ ഒതുക്കാൻ ശ്രമിക്കും എന്നാണ് അപ്പോസ്തലന്മാർക്ക് നമ്മോട് പറയാനുള്ള സന്ദേശം. അസൂയ വന്നപ്പോൾ യേശുവിനെ അവർ ഒതുക്കിക്കളഞ്ഞു. ജോസഫിനോടുള്ള അസൂയ നിമിത്ത സഹോദരന്മാർ അവനെ പിടിച്ച് 20 വെള്ളിക്കാശിന് വിറ്റു. ആദ്യം കൊന്ന് കളയാൻ പദ്ധതിയിട്ടു. എന്നാൽ അസൂയ കൊണ്ട് പരാജയപ്പെട്ടവരുടെ ചരിത്രമാണ് ഇതിനകത്തുള്ളത്. അസൂയപ്പെട്ട ആരും ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ തോൽപ്പിച്ചില്ല. എന്നാൽ ലോകത്തിൽ അസൂയപ്പെടുന്നവർ ദൈവമില്ലാത്തവരെ തോൽപ്പിക്കും. എന്നാൽ ദൈവമുള്ളവനെ തോൽപ്പിക്കാൻ അസൂയയ്ക്ക് ശക്തിയില്ല. ഞാനെപ്പോഴും പറയും, അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല. കഷണ്ടിക്ക് വരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ അസൂയയ്ക്ക് ഇതുവരെ ഒരു കാര്യവും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പുറത്തെ വീട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉയർന്നാൽ ഉടനെ നമ്മുടെ വീട് എങ്ങനെയെങ്കിലും ലോൺ എടുത്ത് അതിൻ്റെ മുകളിൽ പണിയാനാണ് നോക്കുന്നത്. ഒരാവശ്യമില്ല. മുകളിൽ ഇനി എക്സ്ട്രാ മുറിയുടെ ആവശ്യമില്ല. പിള്ളേരെല്ലാം വിദേശത്താണ്. പിള്ളേരോട് വിളിച്ചു പറയും, ദേ ഒരു ഗതിയില്ലാതെ കിടന്നവരൊക്കെ നമ്മളെക്കാൾ വലിയ വീടാണ്, അവരതിനേക്കാൾ നമ്മളെക്കാൾ നല്ല വണ്ടി വാങ്ങിച്ചു. മക്കളോട് പറയും ഉടനെ. വെറുതെ
അങ്ങനെയുള്ള വീടുകളെല്ലാം ഇപ്പോൾ വെറുതെ അടച്ചു പൂട്ടി ഈ വണ്ടിയും വിറ്റ് വെറുതെ കിടക്കുകയാണ്. എല്ലാ മക്കളും വിദേശത്താണ്. വെറുതെ വാങ്ങിക്കൂട്ടിയ വീടുകൾ. ഇതെല്ലാം മറ്റുള്ളവരോടുള്ള അസൂയ നിമിത്തം അവരെക്കാൾ മുകളിൽ വരാൻ വേണ്ടി ചെയ്ത ശ്രമങ്ങളല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയായിരിക്കാം. എന്നാൽ മറ്റുള്ളവരുടെ വളർച്ചയിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. ഈ മഹാപുരോഹിതന്മാർക്കും സാദൂക്യർക്കും ഒന്നും മറ്റുള്ള അപ്പോസ്തലന്മാരുടെ ആ വളർച്ചയിൽ ജനങ്ങളൊക്കെ സൗഖ്യമായല്ലോ, പട്ടണം മുഴുവൻ ഇപ്പോൾ ആശുപത്രിയുടെ ആവശ്യമില്ലല്ലോ, നമ്മുടെ പിള്ളേരെയൊക്കെ നമ്മുടെ കുടുംബത്തേക്ക് ഒരു അസുഖം വന്നാൽ ഇവരുടെ അടുത്ത് പോയാൽ മതിയല്ലോ എന്ന് ചിന്തിച്ചാൽ ആ വിഷയത്തിനൊരു പരിഹാരമുണ്ട്. എന്നാൽ അസൂയ അങ്ങനെ ചിന്തിക്കില്ല. അസൂയ എന്ന് പറയുന്നത് ജഡത്തിൻ്റെ ഒരു ഫലമാണ്, ആത്മാവിൻ്റെ ഫലമല്ല, ജഡത്തിൻ്റെ ഫലമാണ്. അസൂയ എന്നുള്ളത് പാപത്തിൻ്റെ പരിണിത ഫലമാണ്. അത് ഇവരിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇവരെ പിടിച്ച് പൊതു തടവിലാക്കി. എന്നാൽ 19-ാമത്തെ വാക്യം ഇന്ന് നമ്മൾ വായിക്കുന്നത്, രാത്രിയിലോ കർത്താവിൻ്റെ ദൂതൻ ജയിലിൻ്റെ വാതിൽ തുറന്നവരെ പുറത്തു കൊണ്ടുവന്നു. രാത്രി ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങി. കാരണം ഇവര് കൈകാര്യം ചെയ്യുന്നത് ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങളാണ്. ഇവർ സൗഖ്യമാക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഇവർ ജനങ്ങൾക്ക് വിടുതൽ കൊടുക്കുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷമാണ്. ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൂതന്മാർ കുനിഞ്ഞു നോക്കുകയാണ്. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ അധികം സന്തോഷമാണ്. ഒരു പാപി മാനസാന്തരപ്പെടുക മാത്രമല്ല, സൗഖ്യമാകുമ്പോൾ ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. ഒരു തകർന്ന കുടുംബം പണിയപ്പെടുമ്പോൾ അകന്നുപോയ ബന്ധങ്ങൾ, അതിൻ്റെ ബന്ധനങ്ങൾ മാറി അവർ ഒന്നായി തീരുമ്പോൾ, വിവാഹമോചനം എന്നുള്ള വിഷയം പോലും ക്യാൻസലായി പോകുമ്പോൾ, വീണ്ടും അവർ ഒന്നിച്ച് ജീവിക്കുമ്പോൾ, ദൈവസഭ മുഖാന്തരം അത് സംഭവിക്കുമ്പോൾ സ്വർഗം മുഴുവൻ സന്തോഷിക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ഈ അസൂയ മുഴുവനും ഇവരോടല്ല, ദൈവത്തോടുള്ള അസൂയയാണ്, യേശുവിനോടുള്ള അസൂയയാണ്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, സൗഖ്യം കൊണ്ട് പണിയും, വിടുതൽ കൊണ്ട് പണിയും, അത്ഭുതങ്ങൾ കൊണ്ട് പണിയും, സമൃദ്ധി കൊണ്ട് പണിയും, ആരോഗ്യം കൊണ്ട് പണിയും, കൃപ കൊണ്ട് പണിയും. പാതാള ഗോപുരം അതിനെ ജയിക്കില്ല. ഇപ്പോൾ പാതാള ഗോപുരം എഴുന്നേറ്റു, അപ്പോസ്തലന്മാരെ പിടിച്ചു, പൊതു തടവിലാക്കി. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ മനുഷ്യപുത്രന്മാരെ അടുക്കൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുമെന്ന് യേശു യോഹന്നാൻ 1 നദനയേലൊക്കെ ഉള്ളപ്പോൾ പറഞ്ഞ ആ കാര്യത്തിൻ്റെ നിവർത്തീകരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, ജയിലിൻ്റെ വാതിൽ തുറന്നു, അവരെ പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് ദൂതൻ പറയുകയാണ്, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാം ജനത്തോട് പ്രസ്താവിപ്പീൻ എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ജീവന്റെ വചനം നിങ്ങൾ ഈ ജയിലിൽ കിടന്നാൽ എങ്ങനെ പറയും? നിങ്ങൾ പുറത്തു വരണം. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാം മറ്റുള്ളവരോട് പറയണം. ആരെയാണ് കർത്താവ് പുറത്തു കൊണ്ടുവരുന്നത്? ജീവന്റെ വചനം ഒട്ടും മറച്ചു വെക്കാതെ, പ്രയോജനപ്പെടുന്നതൊന്നും മറച്ചു വെക്കാതെ മറ്റുള്ളവരോട് പറയാമോ? നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങും. ചുമ്മാ വെറുതെ ഒരു പരിപാടിയില്ലാതെ രാഷ്ട്രീയക്കാരെയും ഗവൺമെന്റിനെയും കുറ്റം പറഞ്ഞ്, മഴ വന്നാൽ അതിന് കുറ്റം, കാലാവസ്ഥ നിരീക്ഷകർക്ക് കുറ്റം, നാട്ടുകാർക്കും വീട്ടുകാർക്കും കുറ്റം, മൊത്തം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവനെ ജയിലിൽ നിന്ന് ഇറക്കിയിട്ട് കാര്യമില്ല. അവൻ അവിടെ തന്നെ ഇരുന്നാൽ കുറച്ചെങ്കിലും സമാധാനം നാട്ടുകാർക്കുണ്ടാകും. എന്നാൽ ജീവന്റെ വചനം പറയുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങൾ പുറത്തു വരും. ഏത് മേഖലകളിൽ നിന്നും പുറത്തു വരും, ഏത് തടവറയിൽ നിന്നും പുറത്തു വരും, ഏത് ബന്ധനത്തിൽ നിന്നും പുറത്തു വരും. ആർക്കും തുറക്കാൻ കഴിയാത്ത വലിയ താഴിട്ട് ചങ്ങലയിട്ട് പൂട്ടിയാലും, അതിനെത്ര വാതിലുണ്ടെങ്കിലും, നിങ്ങൾ എത്ര പേരുണ്ടെങ്കിലും ഒരു നിമിഷം കൊണ്ട് പുറത്തു വരും. കാരണം ജീവന്റെ വചനം ഒന്നും മറച്ചു വെക്കാതെ എല്ലാം പറയുന്നവരാണ് നിങ്ങൾ എന്ന് കർത്താവ് ഉറപ്പോടെ ബോധ്യപ്പെടണം. ജീവന്റെ വചനം അല്പം പറയുന്നവരല്ല, മറച്ചു വെക്കാതെ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത്
ഞങ്ങൾക്ക് പ്രസ്താവിക്കാതിരിക്കാൻ സാധ്യമല്ല. ഇങ്ങനെ പറയുന്നവർക്ക് വേണ്ടി ദൈവം തൻ്റെ ദൂതനെ അയക്കും. മുഴുവൻ പറയണം. ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത്, അതിന് ഞങ്ങൾ സാക്ഷികൾ. നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനിങ്ങനെ ഓർക്കുന്നു. നിങ്ങൾക്കൊന്നും തോന്നരുത്. ഞാനിങ്ങനെ പറയുമ്പോൾ വിരോധമൊന്നും തോന്നരുത്. ഞാൻ വേണമെങ്കിൽ തിരുത്താം എന്ന് പറയുന്നവർക്ക് വേണ്ടിയല്ല ദൂതൻ ഇറങ്ങുന്നത്. സത്യങ്ങൾ സംസാരിക്കുന്നവർക്ക് വേണ്ടി ദൂതൻ ഇറങ്ങും. സത്യം സംസാരിക്കുന്നവൻ ഏത് ജയിലിൽ കിടന്നാലും അവിടെ വിടുവിക്കുന്ന കരം ചലിക്കും. ദൈവം അതിനുവേണ്ടി തൻ്റെ ദൂതന്മാരെ സത്യവചനത്തിന് സാക്ഷി നിൽക്കുന്നവർക്ക് വേണ്ടി ഇറക്കും. വടക്കേന്ത്യയിലെ ജയിലുകളിൽ കിടക്കുന്നവരായാലും, റുമേനിയൻ ജയിലിൽ കിടക്കുന്നവരായാലും, ചൈനയുടെ ജയിലുകളിൽ കിടക്കുന്നവരായാലും, ഒരു ദൂതൻ ഇറങ്ങിയാൽ തീരുന്ന പ്രശ്നങ്ങളെ ഉള്ളെന്ന്. അതെത്ര വലിയ തടവറയായാലും, ബെയിൽ കിട്ടിയിട്ടില്ലെങ്കിലും, ആർക്കും വിടുവിക്കാൻ കഴിയില്ലെങ്കിലും ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങും. റെക്കമെൻഡ് ചെയ്യാൻ ആരോടും പറയണ്ട. അയ്യോ ഞങ്ങളിങ്ങനെ കിടക്കുകയാണ്, വന്നൊന്ന് ഞങ്ങളെ ഒന്ന് പുറത്തിറക്ക്. വേണ്ട. നിന്നിൽ നീതിയുണ്ടെങ്കിൽ, നീ കർത്താവിൻ്റെ പൈതലാണെങ്കിൽ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ വലുതാണെങ്കിൽ ആർക്ക് നിന്നെ തടയാൻ കഴിയും? ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറുന്നു എന്ന്. അപ്പോൾ ദൈവം എഴുന്നേൽക്കുന്നതിനൊക്കെ വേണ്ടി ദൈവത്തിൻ്റെ ശത്രു നിന്റെ ശത്രു ഒന്നായിരിക്കണം. നീ അവിശ്വാസികളോട് ഇണയല്ല പിണക്കൂടരുത്. നീ ദൈവത്തിൻ്റെ സ്നേഹിതനായിട്ട് മാറണം. അബ്രഹാമിനെ പോലെ നമ്മുടെ ശത്രുക്കളും ദൈവത്തിൻ്റെ ശത്രുക്കളും ഒന്നാകണം. നാം ദൈവത്തിൻ്റെ വകയായിട്ട് നമ്മുടെ വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും തെളിയിക്കണം. ജീവന്റെ വചനം എല്ലാം പറയണം. സൗഖ്യത്തിൻ്റെ വചനം പറയണം. മറ്റുള്ളവർക്ക് വിടുതൽ കിട്ടുന്ന വചനം പറയണം. യേശു ക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയാണ് ഇവിടെ ദൈവദൂതൻ ഇറങ്ങിയത്. വേറെയും രക്ഷയുണ്ടാകാം, എന്നാൽ ഈ ഒരു രക്ഷയേ ഉള്ളൂ എന്ന് പറയുന്നവർക്ക് വേണ്ടിയല്ല ദൈവത്തിൻ്റെ ദൂതൻ ജയിലിൽ വന്നത്. ഒരൊറ്റ മാർഗം രക്ഷിക്കപ്പെടാൻ, ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ വേറെ ഒരു നാമവുമില്ലെന്ന് നിങ്ങളോട് തന്നെ പറ. മറ്റുള്ളവരോട് പറ. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കാവലുകൾ ഇറങ്ങി വരും. ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് പറയണം, നിങ്ങൾ എന്തിന് ഇവിടെ കിടക്കുന്നു? ഇറങ്ങ്. ഈ ജീവന്റെ വചനം മുഴുവനും നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് പറയണം. ഇതാരോടും മറച്ചു വെക്കരുത്. ഇത് ഏറ്റവും വിലപ്പെട്ട സന്ദേശമാണ്. ഞങ്ങളെപ്പോലുള്ള ദൂതന്മാരെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. ഈ ഭൂമിയിൽ ശരീരമുള്ളവർക്ക് ഇത് പറയാനുള്ള ലൈസൻസ് ഉള്ളൂ. ഈ ഭൂമിയിൽ ജീവിച്ചവരും പാപികളായി ജീവിച്ചവരും യേശുവിൻ്റെ രക്തത്താൽ കഴുകൽപ്പെട്ടവരും വിശ്വാസ സ്നാനം സ്വീകരിച്ചവരും പരിശുദ്ധാത്മാവിനെ കാത്തിരുന്ന് പ്രാപിച്ചവരുമായ നിങ്ങളെപ്പോലെയുള്ളവരുടെ കയ്യിൽ ദൈവം ഭരമേൽപ്പിച്ച ഒരു ശുശ്രൂഷയാണ്. അത് നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങളെ തുറന്നു വിടുന്ന കാര്യം ഞങ്ങളേറ്റു. ദൂതന്മാർക്ക് പോലും ലഭ്യമല്ലാത്ത ദൂതറിയിപ്പാനുള്ള ഭാഗ്യം ലഭിച്ചെനിക്കുന്ന നമ്മുടെ പിതാക്കന്മാർ പാടിയത് അതുകൊണ്ടാണ്. ദൂതൻ വന്ന് പത്രോസിനോട് പറയുകയാണ്, കൊർന്നല്യോസിന്റെ വീട്ടിലോട്ട് പൊയ്ക്കൊള്ളണം. കൊർന്നല്യോസിന്റെ വീട്ടിൽ വന്നിട്ട് ദൂതൻ പറയുകയാണ്, പത്രോസിനെ വിളിച്ച് സുവിശേഷം കേൾക്കണം. അപ്പൊ ഇയാക്കങ്ങൾ പറഞ്ഞുകൂടെ? ഗബ്രിയേലോ ദൂതന്മാരോ പറയും, ഞങ്ങളെ ഇത് ഏൽപ്പിച്ചിട്ടില്ല. ഇത് കൃപ ലഭിച്ചവരുണ്ട്, അവർക്കുള്ളതാണ്. നമ്മൾ ഈ ജീവന്റെ വചനം പറഞ്ഞാൽ ദൈവദൂതന്മാർ നമ്മുടെ ഒപ്പത്തിനൊപ്പം ചലിക്കുമെന്നുള്ള ഈ സത്യങ്ങൾ കർത്താവിൻ്റെ മക്കൾ അറിയണം. നമ്മുടെ ഒപ്പം കർത്താവിൻ്റെ ദൂതന്മാർ ചലിക്കട്ടെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ജീവന്റെ വചനം ഫോണിൽ കൂടി പറയുക, മെസ്സേജായിട്ട് അയക്കുക. രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, വിശുദ്ധ ജീവിതം, യേശുവിൻ്റെ വരവ്, ഇത് മുഴുവനും നിങ്ങൾ മറ്റുള്ളവരോട് പറയണം. കർത്താവിന് വേണ്ടി നിൽക്കുന്നവർക്കുള്ള അനുഗ്രഹങ്ങൾ പറയണം. കർത്താവിനെ വിശ്വസിക്കുന്നവർക്കുണ്ടാകുന്ന നിത്യതയെക്കുറിച്ച് പറയണം. ഈ ജീവന്റെ വചനങ്ങൾ യേശു ക്രിസ്തു മുഖാന്തരം ദൈവം തുറന്ന സ്വർഗത്തെക്കുറിച്ച് പറയണം. താമസിക്കരുത്. ഇത് എല്ലായിടത്തും പോയി പറയുവാൻ.
ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇന്നു മുതൽ കർത്താവ് കൂടുതൽ കൂടുതൽ കൃപ തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്നു മുതൽ ഈ ജീവന്റെ വചനം ഒട്ടും മറച്ചു വെക്കാതെ സമയമില്ലെങ്കിൽ ഉണ്ടാക്കി പറയുന്ന മനസ്സുള്ളവരായി മാറട്ടെ. ഇന്ന് കിടക്കുന്ന ചില തടവറകൾക്കകത്തു നിന്ന് ഇവർ പുറത്തു വരട്ടെ. സാമ്പത്തിക തടവറയിൽ നിന്ന്, ശാരീരിക രോഗമെന്ന തടവറയിൽ നിന്ന്, മറ്റു പല തരത്തിലുള്ള തടവറകളിൽ നിന്നും ഇവരെ പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ ഇവർക്ക് വേണ്ടി ഇറങ്ങട്ടെ. ഇന്നു മുതൽ ജീവന്റെ വചനം പറയാൻ എല്ലാവർക്കും പ്രാപ്തി ഉണ്ടാകും. സൗഖ്യങ്ങൾ നടക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സ്വാതന്ത്ര്യം ഈ മക്കൾക്കുണ്ടാകട്ടെ. ഞാനിവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇന്ന് രാവിലെ 10:30 പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് ഉപവാസ പ്രാർത്ഥനയുണ്ട്. കടന്നു വരിക. അതുകൂടാതെ US-ലുള്ള വാഷിങ്ടൺ DC-യിൽ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട യോഗങ്ങൾ ഉണ്ട്. അവിടെയുള്ളവർ ശ്രദ്ധിക്കുക, അവിടെ കടന്നു വരിക. പ്രൈസ് ജനറേഷൻ ടീം നിങ്ങളെ കാത്തിരിക്കുന്നു ശുശ്രൂഷകൾ ചെയ്യാൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് ജീസസ് എവരി ഡേ എന്ന പ്രാർത്ഥനയിൽ വീണ്ടും കടന്നു വരാം. ഗോഡ് ബ്ലെസ് യു.